എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് മാസം 20-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എല്ലാ PSC പരീക്ഷകളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാവരും കൃത്യമായി ഡെയിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്ത് കൃത്യമായി പഠിക്കാനായി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ മെൻ്റൽ ഹെൽത്ത് കഫേ ആയ കാപ്പിനസ് കഫേ നിലവിൽ വന്നത് എവിടെ? ഉത്തരം: വഴുതക്കാട്, തിരുവനന്തപുരം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മെൻ്റൽ ഹെൽത്ത് കഫേ എന്ന് പറയുന്നത് കാപ്പിനസ് കഫേ. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വഴുതക്കാട്, തിരുവനന്തപുരം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മെൻ്റൽ ഹെൽത്ത് കഫേ കാപ്പിനസ് കഫേ. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ കടലിനടിയിലൂടെയുള്ള റെയിൽ തുരങ്കം എവിടെയാണ് നിർമ്മിക്കുന്നത്? ഉത്തരം: വിക്രോളി. ഇന്ത്യയിലെ ആദ്യത്തെ കടലിനടിയിലൂടെയുള്ള റെയിൽ തുരങ്കം എവിടെയാണ് നിർമ്മിക്കുന്നത്? വിക്രോളി. ഈ റെയിൽ തുരങ്കത്തിന്റെ നീളം എന്ന് പറയുന്നത് 21 കിലോമീറ്റർ ആണ്. ഇത് നമുക്കറിയാം, മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ കോറിഡോറിലാണ് ഈ റെയിൽ തുരങ്കം നിർമ്മിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കടലിനടിയിലൂടെയുള്ള റെയിൽ തുരങ്കം നിർമ്മിക്കുന്നത് ഉത്തരം വിക്രോളി. അടുത്ത ചോദ്യം: 2026 ജൂണിൽ തുർക്കിയിലെ ഇസ്താംബുളിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് ഫോറത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം? ഉത്തരം: വർക്കല. അപ്പോൾ നമുക്കറിയാം, ഈ വേസ്റ്റ് മാനേജ്മെൻ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യം കൂടിയാണ്. 2026 ജൂണിൽ തുർക്കിയിലെ ഇസ്താംബുളിൽ വെച്ച് നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് ഫോറത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരമാണ് വർക്കല. അപ്പോൾ ഇന്ത്യയിൽ നിന്നും സീറോ വേസ്റ്റ് ഫോറത്തിൽ പങ്കെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം നമ്മുടെ കേരളത്തിലെ വർക്കലയാണ്. അടുത്ത ചോദ്യം: കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 2025 ഇന്ത്യയിൽ കയറ്റുമതി വരുമാനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം? ഉത്തരം: ഗുജറാത്ത്. ഗുജറാത്തിലാണ് ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതികൾ നടക്കുന്നതും അതുകൊണ്ട് തന്നെ കയറ്റുമതി വരുമാനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. നമുക്കറിയാം, നമ്മുടെ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം പോർട്ടുകളും ഷിപ്പുകളും എല്ലാം വന്നു പോകുന്ന ഒരു സംസ്ഥാനം. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ കയറ്റുമതിയും നടക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി വരുമാനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. അടുത്ത ചോദ്യം: ക്യാൻസർ പ്രതിരോധത്തിന്റെ ഭാഗമായി ലാവൻഡർ ജേഴ്സിയിൽ കളിച്ച IPL ടീം? ഉത്തരം: ഗുജറാത്ത് ടൈറ്റൻസ്. ക്യാൻസർ പ്രതിരോധത്തിന്റെ ഭാഗമായി ലാവൻഡർ ജേഴ്സിയിൽ കളിച്ച IPL ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ്. അടുത്ത ചോദ്യം: നോർവേയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ഉത്തരം: നരേന്ദ്ര മോദി. നമുക്കറിയാം, ധാരാളം രാജ്യങ്ങളിൽ നരേന്ദ്രമോദി വിസിറ്റ് ചെയ്യുകയും അവിടത്തേക്ക് പല രാജ്യങ്ങളിൽ നിന്നുള്ള സിവിലിയൻ ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ നോർവേ സന്ദർശിക്കുകയും അവിടുത്തെ സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി. അടുത്ത ചോദ്യം: 2026 മെയ് മാസം ഗ്ലാൻഡേഴ്സ് രോഗം അഥവാ കുതിരപ്പനി റിപ്പോർട്ട് ചെയ്ത ദക്ഷിണേന്ത്യൻ നഗരം? ഉത്തരം: ചെന്നൈ. ചെന്നൈയിലാണ് 2026 മെയ്യിൽ ഗ്ലാൻഡേഴ്സ് രോഗം അഥവാ കുതിരപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദക്ഷിണേന്ത്യൻ നഗരമാണ് ചെന്നൈ. നമുക്കറിയാം, 2025 ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്ത ദക്ഷിണേന്ത്യൻ നഗരമാണ് ചെന്നൈ. നമുക്കറിയാം, ഇപ്പോൾ എബോളയുടെ വ്യാപനവുമായി ബന്ധപ്പെട്ട് കോങ്കോയിലും ഉഗാണ്ടയിലുമൊക്കെ WHO എന്താണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു അസുഖത്തിൻ്റെ ഒരു ചോദ്യമാണിത്. 2026 മെയ് മാസം ഗ്ലാൻഡേഴ്സ് രോഗം അഥവാ കുതിരപ്പനി റിപ്പോർട്ട് ചെയ്ത ദക്ഷിണേന്ത്യൻ നഗരമാണ് ചെന്നൈ.
അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും കൃത്യമായി എല്ലാ ദിവസവും ഡെയിലി കറണ്ട് അഫയേഴ്സ് കൃത്യമായി കേട്ടു പഠിക്കുകയോ എഴുതിയെടുത്ത് പഠിക്കുകയോ എന്തുമാകാം, കൃത്യമായി എല്ലാ ദിവസവും പഠിച്ചു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പരീക്ഷകളിലെയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ അതിൽ മാർക്ക് സ്കോർ ചെയ്യാനും റാങ്കിൽ മുന്നിലെത്താനായി സാധിക്കുകയും ചെയ്യും. ഇത് ചെയ്യാത്ത പക്ഷം നിങ്ങൾ എത്ര പഠിച്ചാലും എല്ലാ ദിവസവും ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോകുന്നത് പോലെ ആകില്ല. ഒരിക്കലും നിങ്ങൾക്ക് റാങ്കിൽ മുന്നിലെത്താനായി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി പഠിക്കേണ്ടത് ഒരു PSC പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പറയുകയാണ്. അപ്പം എല്ലാവരും ഇത് കൃത്യമായി പഠിക്കാനായി ശ്രമിക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.